നഗരവാർഡുകളും തീരദേശ വാർഡുകളും ഒരുപോലെ ഉൾപ്പെടുന്ന തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ കോർപ്പറേഷൻ വാർഡുകളിലെ നിലവിലെ രാഷ്ട്രീയ ചരിത്രം LDFിന് കഴിഞ്ഞ തവണ ലഭിച്ച സമഗ്രാധിപത്യം നിലനിർത്താൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ത്രികോണ മത്സരത്തിന്റെ ചൂട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഈ മേഖലയിലെ 21 വാർഡുകളിൽ നടത്തിയ സർവേയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ തവണ 14 മുതൽ 15 വരെ സീറ്റുകൾ നേടാൻ സാധിച്ചിരുന്ന LDFിന് ഇത്തവണ അത് 8 സീറ്റുകളിലേക്ക് വരെ ചുരുങ്ങാനുള്ള സാധ്യതകളാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ വാർഡുകളിൽ കാണുന്നത്. പേട്ട, ചാക്ക പോലുള്ള ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് സുരക്ഷിതമായി ജയിക്കാൻ സാധിക്കുമെങ്കിലും നഗരത്തോട് ചേർന്നു കിടക്കുന്ന ഇടങ്ങളിലും ഭീമാപ്പള്ളി, വലിയതുറ, പൂന്തുറ പോലെയുള്ള തീരദേശ ന്യൂനപക്ഷ മേഖലകളിലും കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ആധിപത്യം അതേപടി നിലനിർത്താൻ LDFിന് സാധിക്കുന്നില്ല. ഈ തീരദേശ മേഖലയിൽ തങ്ങളുടെ നഷ്ടപ്പെട്ട അടിത്തറ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF തിരിച്ചുപിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 21 കോർപ്പറേഷൻ വാർഡുകളിൽ UDFിന് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് 4 സീറ്റുകളുടെ വർധനവ് UDFിന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് സർവേ സൂചിപ്പിക്കുന്നത്. 8 സീറ്റ് LDFിനും 7 സീറ്റ് BJPക്കും 6 സീറ്റ് UDFിനും ലഭിക്കാനുള്ള സാധ്യതയാണ് ഈ കണക്കുകൾ നൽകുന്നത്. ഒരു നെക്ക് ടു നെക്ക് ത്രികോണ മത്സരത്തിന്റെ പ്രതിഫലനം ഇവിടെ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് സംശയമില്ലാതെ പുറത്തു വരുന്നത്. LDFിനെതിരായി ചെയ്യേണ്ടുന്ന വോട്ടുകളുടെ ധ്രുവീകരണം സംഭവിക്കാതിരുന്നാൽ, അതായത് BJPയുടെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ കൃത്യമായി പോയാൽ തീരദേശ ന്യൂനപക്ഷ മേഖലകളിൽ UDF മുന്നേറ്റം ഉറപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെ ശക്തി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന നേമം നിയോജക മണ്ഡലത്തിലെ 23 വാർഡുകളിലെ ചരിത്രവും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFിന് അനുകൂലമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ തവണ 14 സീറ്റുകളിൽ BJP വിജയിച്ചപ്പോൾ UDFിന് ഒരു സീറ്റ് പോലും നേടാനായില്ല. എന്നാൽ ഇക്കുറി BJPക്ക് ആ മുൻതൂക്കം നിലനിർത്താനാകില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. നേമം മണ്ഡലത്തിലെ വാർഡുകളിൽ ഇപ്പോഴും മുൻതൂക്കമുള്ള കക്ഷി BJP തന്നെയാണെങ്കിലും കഴിഞ്ഞ തവണത്തെ ആധിപത്യം നിലനിർത്താൻ അവർക്ക് സാധിക്കില്ല എന്ന് സർവേകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരുമല അനിൽ, ആനന്ദം K തമ്പി എന്നിവരുടെ മരണം, BJPയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിലെ വിഷയങ്ങൾ തുടങ്ങിയ പ്രാദേശിക ഘടകങ്ങൾ BJPക്ക് തിരിച്ചടി നൽകുന്നുണ്ട്. തിരുമല, തൃക്കണ്ണാപുരം, പുന്നക്കാമുകൾ തുടങ്ങിയ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തവണ എളുപ്പത്തിൽ സീറ്റ് നിലനിർത്താൻ അവർക്ക് സാധിക്കില്ല. എന്നാൽ നേമത്തെ മത്സര ചിത്രത്തിലെ ഏറ്റവും പ്രധാന മാറ്റം UDFിന്റെ ശക്തമായ തിരിച്ചുവരവാണ്. കഴിഞ്ഞ തവണ നേമത്ത് UDF തീർത്തും പിന്നോട്ട് പോയതാണ് BJPക്ക് നേട്ടമായ ഒരു ഘടകം. ആ ഘടകം ഇത്തവണ ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നത്. ചിലയിടങ്ങളിലെങ്കിലും UDF സ്ഥാനാർത്ഥികൾ വിജയത്തിന് അടുത്തു വരുന്ന പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ചിലപ്പോൾ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തേക്കാം. UDFിന്റെ ഈ വർദ്ധിത വീര്യം നേമം, പാപ്പനംകോട് എസ്റ്റേറ്റ് വാർഡുകളിലും പൂജപ്പുരയിലെ അതിശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകാൻ കാരണമാവുകയും BJPയുടെ വിജയം ഉറപ്പിച്ച പല സീറ്റുകളിലും തിരിച്ചടി നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് ചിത്രം മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ LDF ആധിപത്യം കുറയുകയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുകയും BJP തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ പാടുപെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് കാണുന്നത്.